Again, welcome Saijota to the Design School. പലതും ഭയങ്കര ഹിറ്റായിട്ടുള്ള സിനിമകൾ അല്ല ഇവിടുത്തെ ഏറ്റവും നല്ല സിനിമ എന്ന് പറയുന്നത്. ചേട്ടനെ കിട്ടി എന്നുള്ളത് തന്നെ ഭയങ്കര ഗ്രേറ്റ്ഫുൾ നമ്മൾ ആക്ച്വലി. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇന്റർനെറ്റ് കഫേയിലായിരുന്നു. ബ്രൗസിംഗ് പഠിച്ചെടുത്തിട്ടായിരുന്നു. ഫാൻ മൊമെന്റിൽ ഇരിക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നെർവസ് ആണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി. അഞ്ചാം പകരം നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ശരിക്കും. അത് ഈ പറഞ്ഞ പോലെ ആ ഫേസ് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആണ്. സിനിമ എന്ന് പറയുന്നത് എഡിറ്റ് ചെയ്യാനായിട്ട് ആക്ച്വലി ഇത്ര നാള് പിടിക്കും. ഇപ്പൊ നടക്കുന്ന മിക്ക സിനിമകളിലും ഒരു സ്പോട്ടിൽ ഒരു എഡിറ്റർ ഉണ്ടാവും. ഇതിൽ എന്തൊക്കെ ഷോർട്സ് ആഡ് ചെയ്യണമെന്നും അവോയ്ഡ് ചെയ്യണമെന്നൊക്കെ അതൊരു എഡിറ്ററിന്റെ ആണോ അതൊരു ഡയറക്ടറിന്റെ ചോയ്സ് ആണോ? ഒരു സ്പൂൺ ഫീഡ് ചെയ്തിട്ട് എല്ലാം പറയുന്ന പോലത്തെ ഒരു സിനിമ പാടില്ല. പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാനൊന്നും ആരും തയ്യാറാവത്തില്ല. പ്രൊഡക്ഷന്റെ സമയത്ത് സെറ്റിൽ നിൽക്കുമ്പോൾ എന്താണ് സെറ്റ് ഗ്രാബ് ചെയ്യുന്നത് ആസ് ആൻ എഡിറ്റർ? എല്ലാരും ചെയ്യുന്ന പോലത്തെ ഒരു സിനിമ ഉള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. സ്റ്റുഡൻസ് സൈജു സാറിന് വേണ്ടിയിട്ട് ഒരു ടോക്കൺ ഓഫ് ലവ് എന്നുള്ള രീതിയിൽ ഒരു പടം വരയ്ക്കുക, അങ്ങനെ എന്തൊരു ടോക്കൺ ഓഫ് ലവ് ഉണ്ട് അവരുടെ സൈഡിൽ നിന്ന്. താങ്ക് യു സോ മച്ച്. കേരളത്തിലൊരു ഗട്ട് ഫീൽ ഉള്ള പ്രൊഡക്ഷൻ ടീം ഏതായിരിക്കും? ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ പോലെ അല്ലാണ്ട് നോർമലി ഒരു ചായക്കടയിൽ നിന്ന് സംസാരിക്കാൻ പറ്റുന്ന പോലത്തെ ആൾക്കാരെ കിട്ടണം നമുക്ക്.